ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസയോഗം 27-ാമത്തെ ശ്ലോകം 28-ാമത്തെ ശ്ലോകവും ഒരുമിച്ചാണ് ചൊല്ലുന്നത്. 27-ാമത്തെ ശ്ലോകം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവന്തരേ ഭ്രുവോ പ്രാണാപാനോ സമോ കൃത്വാ നാസാഭ്യന്തരചാരിണോ. മലയാളം. പുറം കാര്യം വെടിഞ്ഞക്ഷീപുരുകങ്ങളിലൂന്നിയും പ്രാണപാനങ്ങളെ നിർത്തി നാസികയ്ക്കു സമീപമായി. 28-ാമത്തെ ശ്ലോകം. യതേന്ദ്രിയ മനോബുദ്ധിർമുനിർമോക്ഷപരായണ വിഗതേച്ഛാഭയക്രോധോ യ സദാ മുക്ത ഏവ സ. മലയാളം. മോക്ഷേച്ഛുവാം മുനി മനമൊതുക്കി ബുദ്ധിയിന്ദ്രിയം ആശാക്രോധങ്ങളെ വിട്ടു നാശമേലാതെ മുക്തനാം. ബാഹ്യാൻ സ്പർശാൻ ബാഹ്യവിഷയങ്ങളെ ബഹീകൃത്വ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതെ, നമ്മുടെ മനസ്സിലേക്ക് അവയെ കൊണ്ടുവരാതെ പുറത്തു തന്നെ നിർത്തിയിട്ട്, വെളിയിൽ നിർത്തിയിട്ട്, ചക്ഷുഹൂച്ച ദൃഷ്ടിയെ ഭ്രോ അന്തരേവ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച്, നാസാഭ്യന്തരചാരിണോ നാസികകളിലൂടെ സഞ്ചരിക്കുന്ന, പ്രാണാപാനോ ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതിയെ സമൗകൃത്വ ക്രമീകരിച്ച്, യതേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയ മനോബുദ്ധികളെ കീഴടക്കി, വിഗതേച്ഛാഭയക്രോധ ഇച്ഛ, ഭയം, ക്രോധം എന്നിവയെല്ലാം വെടിഞ്ഞ് അല്ലെങ്കിൽ ഒഴിവാക്കി, മോക്ഷപരായണ മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന, മുനിഹി യഹ മുനി ആരാണോ, സഹ സദാ മുക്ത ഏവ അവൻ സദാ മുക്തൻ തന്നെയാകുന്നു. അപ്പം ധ്യാനയോഗത്തെ പറ്റിയിട്ട് അടുത്ത അധ്യായത്തിലാണ് പറയുന്നതെങ്കിലും എങ്ങനെയാണ് അതിന് നമ്മുടെ ശരീരത്തെ എടുപ്പിക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിച്ചു കൊടുക്കുന്നത്. ഒരു ധ്യാനയോഗിയുടെ ഒരു ചിത്രം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓരോരോ കാര്യങ്ങളും എങ്ങനെ നമ്മൾ ഇരിക്കണം, എന്തൊക്കെ ചെയ്യണം, ധ്യാനത്തിനിരിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്പർശാൻ കൃത്വ ബഹിർബാഹ്യാൻ. നമ്മുടെ ഇന്നത്തെ ദുഃഖത്തിനും നമ്മൾക്ക് അസ്വസ്ഥതയ്ക്കും അശാന്തിക്കും എല്ലാം കാരണം ബാഹ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അവയെ നമ്മൾക്ക് അവയോടുള്ള ഒരു സംഘം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അവർക്ക് ശരിക്കും നമ്മളെ അങ്ങനെ അസ്വസ്ഥരാക്കാനുള്ള ശക്തിയൊന്നുമില്ല. പക്ഷേ നമുക്ക് അവരോടൊരു മമതയുണ്ട്. ഇപ്പം നമ്മൾ കടലിൻ്റെ കരയിലിരുന്ന് തീരത്തിരുന്നിട്ട് കടലിലെ തിരമാലകളെ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ തിരമാലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമ്മുടെ കുഴപ്പം സംഭവിക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെയാണ് ഇത്. അവർ സ്വയം വന്ന് ആക്രമിക്കുകയല്ല, നമ്മൾക്ക് അതിനോട് ഒരു മമത തോന്നുകയാണ്. അങ്ങനെ അതിൽ ആസക്തി ജനിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാവും. അപ്പോൾ അതിനെന്താണ് ചെയ്യുക? ശരി, ഞാൻ ഇനി ഒന്നും കാണുന്നില്ല, ചീത്ത കാര്യങ്ങളൊന്നും കാണുന്നില്ല, കണ്ണ് പൊത്തി, ചെവി അടച്ചു പിടിച്ചു, നല്ലതല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. എന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. പക്ഷേ പകരം എന്ത് വേണം? നമുക്ക് ഒരു നിസ്സംഗത വേണം. എന്ത് വേണേ കേട്ടോട്ടെ, എന്ത് വേണേ കണ്ടോട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ഒരു നിസ്സംഗമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. മനസ്സിന് ഒരു വിഷയങ്ങളിലും ആസക്തി ഇല്ലാതിരിക്കണം. അതിനെയാണ് ഈ വിഷയങ്ങളെ വെളിയിൽ നിർത്തുക എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോ എന്നാണ്. നമ്മുടെ ദൃഷ്ടി പുരുകക്കൊടിയുടെ മധ്യത്തിൽ ഉറപ്പിച്ചിരിക്കണം. ധ്യാനത്തിന് നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ പുരുകക്കൊടിയുടെ മധ്യത്തിലാണ് ഉറപ്പിച്ച് വെക്കേണ്ടത്. പിന്നീട് വരുന്നത് പ്രാണാപാനോ സമോ കൃത്വ. ശ്വാസവും ഉച്ഛ്വാസവും
അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് സമമായിട്ട് നിലനിർത്തണം. നമ്മളുടെ മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസഗതിക്ക് വ്യത്യാസം വരും. അപ്പോൾ മനസ്സ് എപ്പോഴും ശാന്തമാണെങ്കിൽ നമ്മളുടെ ശ്വാസഗതിയും ശാന്തമായിട്ട് മാറും. അപ്പോൾ എപ്പോഴും അവയെ സമനിലയിൽ തന്നെ നിർത്തണം. ഇതാണ് ആദ്യത്തെ 2 വരികളിൽ പറഞ്ഞത്. ഇനി അടുത്ത 2 വരികളിൽ നമ്മളുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലങ്ങളിൽ എന്തൊക്കെ ക്രമീകരണങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഒരു പരമപദ പ്രാപ്തിയാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധകൻ ഈ ഇന്ദ്രിയങ്ങളെ മുഴുവനും തടഞ്ഞ് മനോബുദ്ധികളെ സാമ്യാവസ്ഥയിൽ തന്നെ നിർത്തണം. അതായത് നമ്മൾ സങ്കല്പങ്ങളെയൊക്കെ നിയന്ത്രിച്ച്, ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ബുദ്ധിയെ ശാന്തമാക്കണം. ഇച്ഛ, ഭയം, ക്രോധം ഇതെല്ലാം നമ്മൾക്ക് അശാന്തി തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം ഉപേക്ഷിക്കുക തന്നെ വേണം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആഗ്രഹമില്ലെങ്കിൽ, ആഗ്രഹമാണ് എന്ത് വരുത്തുന്നത്? ആഗ്രഹമാണ് കാമം, അതാണ് ഭയം വരുത്തുന്നത്, അതാണ് ക്രോധം. അതായത് വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഭയമേറുകയാണ്. എന്താണ് ഇത് ചെയ്യാൻ സാധിക്കുമോ, എനിക്കിത് ഇനിയും നേടാൻ കഴിയുമോ ആവോ എന്നുള്ള ഭയം മനസ്സിൽ. ഇനി നേടാൻ കഴിഞ്ഞില്ലെങ്കിലോ ക്രോധം. അതെല്ലാം പരസ്പര പൂരകങ്ങളാണ്, എല്ലാം അന്യോന്യം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്കൊരു ഇഷ്ടവസ്തു ഉണ്ട്, അതിനെ നമുക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ട്. അത് അനുഭവിക്കാനുള്ള തത്രപ്പാടിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും. അപ്പോൾ ആഗ്രഹം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും? ഭയമുണ്ടാവും. ഇനി വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ ആദ്യം ആഗ്രഹം വരുന്നു. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നേടാം, ചിലപ്പോൾ നേടിയില്ല എന്ന് വരും. നേടിയില്ലെങ്കിൽ നമ്മൾക്ക് ഭയം വന്നു. അത് നമ്മൾക്ക് ക്രോധം സൃഷ്ടിക്കും. എന്തെങ്കിലും അതിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ലക്ഷ്യവസ്തുവിലേക്ക് എത്താൻ നമുക്ക് എന്തെങ്കിലും തടസ്സം വന്ന് പെട്ടുകഴിഞ്ഞാൽ ക്രോധമായിട്ട് മാറും. അപ്പോൾ ഇച്ഛ, ഭയം, ക്രോധം ഇതിനെ 3നെയും നമുക്ക് അടക്കി നിർത്തണം, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കണം. അപ്പോൾ ഇതിൽ നിന്നും മുക്തനായി. അപ്പം നമ്മൾ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, പിന്നീട് നമ്മൾ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇതിൽ നിന്നെല്ലാം മുക്തനായ സാധകന് ഇതെല്ലാം ഈ ശ്വാസോച്ഛ്വാസമൊക്കെ സമീകരിച്ച് അല്ലെങ്കിൽ ക്രമീകരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പുരികത്തിൻ്റെ നടുക്ക് ദൃഷ്ടി ഉറപ്പിച്ച് ഒരു ധ്യാനാവസ്ഥയിൽ ഇരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന ധ്യാനയോഗി നിത്യമുക്തനായിട്ട് മാറും. അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ഒരാൾക്ക് നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെയെല്ലാം കൺട്രോൾ ചെയ്ത് നമ്മൾ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഒരു ആത്മജ്ഞാനം നേടുന്നു, ഒരു പരമാനന്ദം അനുഭവിക്കുന്നു അല്ലേ? അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അപ്പോൾ ഈ യോഗാനുഷ്ഠാനത്തിൽ നമ്മൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഈ ഇന്ദ്രിയ വിഷയങ്ങളെ പുറത്താക്കി ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഇമകൾ പകുതി അടച്ച് നാസാഗ്രത്തിൽ മനസ്സൂന്നി വേണം ഇരിക്കാൻ എന്നാണ്. അപ്പോൾ കണ്ണുകൾ മുഴുവൻ അടച്ചാൽ എന്താണ് കുഴപ്പം? മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ നമ്മളറിയാതെ ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും. ഇനി കണ്ണുകൾ തുറന്നു വെച്ചാലോ? അപ്പോൾ നമ്മൾ വീണ്ടും കണ്ണ് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ആകർഷണ വലയത്തിൽ നമ്മൾ പെട്ടേക്കാം. അതുകൊണ്ട് പകുതി അടച്ചിട്ടാണ് ധ്യാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസം സമമായിട്ട് നിലനിർത്തണം. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാവും. അങ്ങനെ നമുക്ക് പരമപദം ആണല്ലോ നമ്മുടെ ലക്ഷ്യം. ആ പരമപദ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കും ചെയ്യാം. അങ്ങനെ ബാഹ്യവിഷയങ്ങളെയൊക്കെ നിരോധിച്ച് പുരികക്കൊടികൾക്കിടയിൽ ദൃഷ്ടി ഉറപ്പിച്ച് ശ്വാസോച്ഛ്വാസങ്ങളെ നാസാദ്വാരങ്ങളിൽ കൂടി സമനിലയിൽ നിർത്തി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ നിയന്ത്രിച്ച് മുക്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന യോഗി ഈ രാഗദ്വേഷങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും എല്ലാം മോചനം നേടുന്നു എന്നിട്ട് എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ ഇരിക്കുന്നു. അങ്ങനെയുള്ള ആളാണത്രേ മുക്തൻ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ എല്ലാം കൃഷ്ണനിൽ അർപ്പിച്ച്, സാക്ഷാൽ ഭഗവാനിൽ അർപ്പിച്ച് ഒരു ഭക്തന് ഭക്തിപരമായിട്ടുള്ള സേവനങ്ങളിലാണ് അവർ എപ്പോഴും അങ്ങനെയുള്ള സേവനങ്ങളാണ് അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റ് വിഷയങ്ങൾക്ക് ഒന്നും ഇന്ദ്രിയങ്ങളൊന്നും നമ്മളെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ശല്യം ചെയ്യാനോ വരാൻ യാതൊരു ചാൻസുമില്ല. ഒരു അപകടവും ഉണ്ടാവില്ല നമുക്ക് എന്നർത്ഥം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ കൃഷ്ണനിലെല്ലാം അർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ മുക്തി നേടാം. അതിനു വേണ്ടിയിട്ട് അടുത്ത അധ്യായത്തിൽ ധ്യാനയോഗം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനാണ് അവിടെ വരുന്നത്, എങ്കിലും ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഒരു ശ്ലോകം കൂടിയുണ്ട്, 29ാമത്തെ ശ്ലോകം അടുത്ത ദിവസം വായിക്കാം.